ഇതിലേക്കാണ് ജസ്റ്റ് ഗെയിമിൻ്റെ അടുത്തൊരു മൈൻക്രാഫ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു ദിവസമാണ് നമ്മൾ വീണ്ടും വന്നൊക്കെയാണ് നമ്മുടെ തങ്കൻ സർവറിൻ്റെ അടുത്തൊരു എപ്പിസോഡ് എസ്കേച്ച്. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നമ്മുടെ നറൂട്ടയ്ക്ക് ഇട്ടൊരു ട്രോള് കൊടുത്തായിരുന്നു. ആ ട്രോള് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ച്, കാരണം ഒരു റീസൺ ഉണ്ടോ എന്ന് വെച്ചാൽ ഇവൻ പിണങ്ങിപ്പോവും, അതാണ് പ്രശ്നം കേസ്. ഇപ്പോൾ സെർവർ തുടങ്ങിയതേ ഉള്ളൂ. ഇവൻ അഭിനയുടെ സ്വഭാവം ഞാൻ പറഞ്ഞത്, ഇവൻ പെട്ടെന്ന് പിണങ്ങും കേസ്. അതാണ് അങ്ങനെയാണ് ഇവൻ്റെ വീട് വല്ല നശിപ്പിച്ച് കഴിഞ്ഞാൽ പിണങ്ങും കേസ്. അങ്ങനെയാണ് കേസ്, ഇവന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവൻ്റെ വീട് പിന്നെ ഞാനൊന്നും ചെയ്യാൻ പറ്റും. ടീം എടുത്ത് ഞാൻ മാറ്റിയോ എന്ന് സംശയം നോക്കട്ടെ. ഓക്കെ, ടീം എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതാണ് ഞാൻ ഇവൻ്റെ വീട് പൊട്ടിക്കാത്തത്. വേണമെങ്കിൽ സെർവർ തുടങ്ങിയല്ലേ ഉള്ളൂ, ഇപ്പോഴേ പൊട്ടിച്ചുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാലം പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോഴേ പൊട്ടിക്കുന്നില്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എൻ്റെ വീടൊന്ന് റിനോവേറ്റ് ചെയ്യണം ഗീസ്. ഓക്കെ, ഞാനിപ്പോൾ സത്യം വീട് സെറ്റാക്കാനാണ് ഞാൻ സെർവർ കയറിയത്. സെർവർ കയറിയപ്പോൾ തന്നെ ഇവിടെ മരവുമില്ല, ഒന്നുമില്ല. പിന്നെ ഇവിടെ തന്നെ ചെറിയ ബോക്സ് ഒന്ന് വെട്ടിയെടുത്ത് 12 സാപ്ലിങ് ആക്കി. ഈ സാപ്ലിങ് നമുക്ക് ഇവിടെ എല്ലാം നിരത്തി പിടിച്ചിടണം, കാരണം എനിക്ക് മരത്തിൻ്റെ കുറേ ആവശ്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് മൊത്തം നിരത്തി പിടിച്ചങ്ങ് നട്ട് വെക്കാം ഗൈസ്. ഇത്രയും നേരം അഭിനവ് ഗോളിലായിരുന്നു. ഗോൾ വിളിച്ചിട്ട് അവന് നെറ്റില്ല, അവനെ സെർവർ നിറക്കി വിടുന്നു. അവൻ പറയുന്നത് ഞാൻ അവൻ്റെ അക്കൗണ്ടിൽ കയറിയെന്ന്. എനിക്കറിയത്തില്ല ഗൈസ്, ഞാൻ അവൻ്റെ അക്കൗണ്ടിലും കയറിയിട്ടില്ല, എവിടെയും കയറിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ അവൻ എന്താണൊക്കെ പറയുന്നത് പിച്ചും പയ്യും പറയുന്നുണ്ട്. നെറ്റില്ലാത്ത എൻ്റെ പ്രശ്നമാണോ ഗൈസ് ഞാൻ പറഞ്ഞു ഞാൻ നെറ്റ് വന്നിട്ട് സെർവറിൽ കയറിയാൽ മതി. ഞാൻ പോയി ഗൈസ്. ഓക്കെ, നെറ്റ് വന്നിട്ട് കയറുമായിരിക്കും. സോ നമുക്കെന്തായാലും നമ്മുടെ വീടൊന്ന് പണിഞ്ഞുകൊണ്ടിരിക്കാം ഗൈസ്. ഒക്കെ ആരെങ്കിലും വരുമെങ്കിൽ വരട്ടെ, നമുക്ക് നമ്മളെ വീട് പണിഞ്ഞുകൊണ്ടിരിക്കാം. ഈ ചെറിയ ബ്ലോസം ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ബ്ലോസം ടീമിലുള്ളൊരു വീടാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യണം ഗൈസ്. ഈ ചെറിയ ബ്ലോസം ടീമിലുള്ളൊരു വീടാണ് ഗൈസ്. ഓക്കെ, ചെറിയ ബ്ലോസങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു വീട് പണിയാം ഗൈസ്. ഓക്കെ, എന്തായാലും എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. ഒക്കെ എത്ര ഒരു തുക്കുട സെറ്റപ്പ് ആണെങ്കിലും നമുക്ക് ബിൽഡ് ചെയ്യാം. നമുക്കെന്തായാലും മരം അങ്ങ് വെട്ടാം. ഈ മരത്തിൻ്റെ സാപ്പിങ് ഇവിടെ ഈ പ്ലെയിൻസ് ആയതുകൊണ്ട് ഭയങ്കര കഷ്ടം പിടിച്ച പ്ലെയിൻസാണ് ഗൈസ്. സാൻഡ് വേണമെങ്കിൽ 1000 ബ്ലോക്ക് അപ്പുറത്ത് പോകണം. അങ്ങനത്തെ ദുരന്തം പിടിച്ച പ്ലെയിൻസാണ് ഗൈസ്. പക്ഷേ വില്ലേജ് കൊള്ളാം, വില്ലേജ് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഗൈസ്. ഇതും വേണ്ട, നമുക്ക് ജീവിക്കാൻ പറ്റിയ എന്തെങ്കിലും വേണ്ട ഗൈസ്. അടുത്തൊരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, കിടില്ല. ചെറിയ ബ്ലോസമൊക്കെ വളർന്നല്ലോ, ചെറിയ ബ്ലോസം വളർന്നിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങണം. എനിക്ക് എങ്ങനെ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എനിക്ക് യാതൊരു ഐഡിയയില്ല. നോക്കട്ടെ, എങ്ങനെ ഈ തട്ടിക്കൂടി വീട് നമുക്ക് തൽക്കാലത്തേക്ക് തട്ടിക്കൂടി വീട് പണിയാം. ഉമ്മാരൊക്കെ സ്വഭാവമായതുകൊണ്ട് പൊട്ടിച്ച് കളയുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണൻ്റെയൊക്കെ സ്വഭാവമായതുകൊണ്ട് പൊട്ടിച്ച് കളയിരിക്കത്തില്ല, കണ്ണ് ഉറപ്പായിട്ടും പൊട്ടിച്ച് കളയിരിക്കത്തില്ല, പൊട്ടിച്ച് കളയും. അതുകൊണ്ട് പേടിയായി ഒക്കെ, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. കണ്ണൻ്റെയൊക്കെ സ്വഭാവമില്ലേ, പൊട്ടിച്ച് കളയിരിക്കത്തില്ല, പൊട്ടിച്ച് കളയും. അതിന് നമുക്ക് എന്തായാലും ഇവിടെ നമ്മളെ വീട് പണിയാം. ഞാൻ വലിയ വീടൊന്നും അല്ല ഗൈസ്, ഒരു ചെറിയൊരു കുഞ്ഞങ്കാറ്റ് വീട് പണിയാം. നമുക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീട് പണിയാം. എന്നിട്ട് നമുക്ക് 2 നിലയാക്കിയിട്ട് സെറ്റാക്കാം. നിലയാക്കിയിട്ട് നമുക്ക് സെറ്റാക്കാം. നിലയാക്കിയിട്ട് സെറ്റാക്കാം. അയ്യോ, ഇതൊക്കെ മൂടണം ഗീസ്. ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഇതൊക്കെ നമുക്ക് മൂടാം. നമുക്കിപ്പോൾ ആവശ്യമില്ല. കേവൊക്കെ ആവശ്യമുള്ളപ്പോഴേ എടുത്തോളാം.
നമ്മൾ ആ കൂലി ബെഡിൻ്റെ കൊടുത്തില്ല. ഇത് ഈസിയാണെന്നേരം എൻ്റെ ബെഡ് എടുത്തിട്ട് ഇവിടെ വന്ന് ഉറങ്ങട്ടെ. ഇവിടെയുള്ള ബെഡൊക്കെ എന്ത് ചെയ്യുന്നു ഗീസ്? ബ്രീഡറിനകത്ത് പോലും എടുത്തില്ല. ഇവൻ പറഞ്ഞില്ല, ഇവന്മാരൊക്കെ സ്വഭാവം വില്ലേജ് തന്നെ, ഇത്രയും നല്ല വില്ലേജ് തന്നെ ഇവന്മാർ പൊട്ടിച്ച് കളയും ഗീസ്. അതാണ് ഇവന്മാർ. പിന്നെ എൻ്റെ വീട് തരം എന്നെ പൊട്ടിച്ചിട്ടില്ല. പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കാം. പൊട്ടിക്കുമ്പോഴേ തിരിച്ചൊരു പണി കൊടുക്കാം ഗീസ്. പിന്നെ അഭിനവിൻ്റെ ബെഡ് ഞാൻ പൊട്ടിച്ചു. അണ്ണൻ്റെ വീട്ടിൽ കയറി അതേ അറിയാതെ ബെഡ് അഭിനവിൻ്റെ പൊട്ടിച്ച് സാറിൻ്റെ റീസ്പോണ്ടും പോയി. പിന്നെ അവനെ കളി തുടങ്ങുന്ന സ്ഥലത്ത് അങ്ങനെ നിൽക്കുക ഗീസ്. അതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, ടി പി ഇടാൻ പറഞ്ഞപ്പോൾ അവന് നെറ്റും ഇല്ല, അവൻ അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു നീ ഇറങ്ങിപ്പോടാ, പിന്നെങ്ങാരും വരാൻ പോയി. പിന്നെ അവനങ്ങ് ഇറങ്ങിപ്പോയി. എന്താ ചെയ്യാനാ ഗീസ്? പിന്നെ എൻ്റെ കാര്യമില്ല ഗീസ്. അവൻ എന്നെ പണ്ടേ വിശ്വാസമില്ല. കുറച്ച് പണിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വിശ്വാസക്കേടാ. അവൻ പറയുന്നത് അവൻ്റെ അക്കൗണ്ടിൽ ഞാൻ കയറാൻ നോക്കുന്നത് മറ്റേ അതാ മാറ്റി തന്നിട്ട് പെട്ടെന്നെല്ലാം അറിയാവും. ഈ സെർവറിൻ്റെ മറ്റേ പാസ്വേഡിൻ്റെ മോഡുണ്ടെങ്കിൽ ഗീസ്, ഇല്ലെങ്കിൽ ശരിയാത്തില്ല. ഇവന്മാരുടെയൊക്കെ ഇവൻ്റെ വിശ്വാസം ഒന്നും എത്തി കൊടുക്കും. പിന്നെ പാസ്വേഡ് അടിക്കുമ്പോൾ പിന്നെ പാസ്വേഡ് മറന്നു പോയിട്ട് പിന്നെ അങ്ങനെ പറയും വേണ്ട. നമുക്ക് എന്തായാലും ഇവിടെ കട്ട മീൻ ചെയ്ത് വാങ്ങാം. ചെറിയൊരു തട്ടിക്കൂട് വീടാണ് ഞാൻ പണിയുന്നത് കേട്ടോ. വലിയ വീടൊന്നുമില്ല, ചെറിയൊരു വീട് പണിയാൻ കേസ്. പിന്നെ നമുക്കത് വലുതാക്കി സെറ്റാക്കാം ഫ്യൂച്ചർ. ഓക്കെ, അപ്പം നമ്മളൊരു തട്ടിക്കൂട് വീട് നമ്മൾ സെറ്റാക്കി വെക്കുക. അത്രേ ഉള്ളൂ. അതെ, ലാഗ് അടിക്കുന്നുണ്ടെന്ന് അറിയാം ഗീസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡിങ് കൂടെ ചെയ്തുകൊണ്ടാണ് ഗീസ്. നമ്മുടെ ഫോൺ അത്ര വലിയ ഫോണൊന്നും അല്ലടേ. നമ്മളൊക്കെ പാവങ്ങളാണ്. ഓക്കെ, നമ്മളൊക്കെ പാവങ്ങളാണ് ഗീസ്. നമ്മുടെ ഈ എത്ര വലിയ ഫോണൊന്നും ഇല്ല. ഈ പൊട്ട ഫോൺ വെച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. എഡ്രോക്കിനകത്ത് പിന്നെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് സെറ്റാകുന്നില്ല. പിന്നെ അതൊക്കെ സെറ്റാക്കി ഇനിയും കൊണ്ടുവരണം. ഇതാണ് പ്രശ്നം. ഒന്നാമതൊക്കെ എനിക്ക് മൊബൈൽ കൺട്രോൾ കിട്ടത്തില്ല. ഈസി കളിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മൈക്കും ഇല്ല. അങ്ങനെയാണ് ഈസി. ഈ ബെഡൊക്കെ എടുത്ത് മണ്ടക്കിട്ട് വെക്കുന്നുണ്ട്. എൻ്റെ ഇപ്പം തന്നെ ഒരു പെട്ട് സാധനമുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെയായിരിക്കും നമ്മുടെ വീടിൻ്റെ ഒരു ഔട്ട്ലെറ്റ് വരുന്ന ഗീസൊക്കെ. ഏകദേശം മനസ്സിലായി കാണും ഗീസൊക്കെ ഞാനിങ്ങനെ വീടുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ബാക്കി നമ്മുടെ സ്റ്റോണൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. പിന്നെ വീഡിയോ ഇതുവരെ ലൈക്ക് അടിക്കാതിരിക്കുന്ന ലൈക്ക് അടിക്കുക കേട്ടോ. നിങ്ങളെ ഈ ഒരു സീരീസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഗീസ്. എല്ലാം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഗീസ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതെല്ലാവരും നേരെ വെട്ടി തുടങ്ങാം. 2 നില വേണോ? ഒക്കെ ഒരു നില പോരെ. ഈ കൊച്ചു വീട്ടിൽ ഒരു നില പോരെ. പറയാൻ പറ്റത്തില്ല. ഇവരെ പൊട്ടിച്ച് കളയും ഗീസ്. നേരത്തെയാണ് ഇവന്മാർ. എനിക്ക് ഇതൊന്നുമല്ല, എനിക്ക് ആ വില്ലേജിൻ്റെ കാര്യം ഒത്തിരി സങ്കടം വരുന്നു. ഇത്ര നല്ല വില്ലേജ് ഇവരെ പൊട്ടിച്ച് കളയാണെങ്കിൽ. ഈ വില്ലേജ് എനിക്ക് ആർട്ട്കോറിലും എല്ലാം കിട്ടിയാലും ഞാൻ ഒന്നും റിച്ചാണ്. അതൊക്കെ നമുക്ക് കണ്ടറിയാം ഗീസ്.
ജസ്റ്റ് പൊട്ടിക്കുമ്പോൾ കുറേ സാധനങ്ങൾ വരുമല്ലോ പേര്. പറഞ്ഞില്ലേ ഈ സാധനം വന്നു. ഇല്ല ഇന്നത്തെ ഡേറ്റ് നോക്കാം. ഞാൻ ബെഡ് വെച്ച് റീസോൺ സെറ്റ് ചെയ്തിട്ടില്ല, ഞാനും അവിടെ പോകും. ഓക്കെ നമുക്ക് അതെ എന്തായാലും നമ്മുടെ വീടിൻ്റെ ഔട്ട്ലെറ്റ് ഇങ്ങനെ ആയിരിക്കും. ഇത് നമുക്ക് 4 ബ്ലോക്ക് മണ്ടക്കിട്ട് പോകും. ഇത് ചെറിയ ബ്ലോസം വെച്ചിട്ട് നമുക്ക് പണിയില്ല, അതാണ് നല്ലത്. ചെറിയ ബ്ലോസം വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ടേ, ചെറിയ ബ്ലോസം വെച്ചിട്ട് നമുക്ക് സ്ട്രിപ്പ് ഷെറ്റെത്തിയും എൻ്റെ ഗെയിമൊക്കെ അടിച്ചു പോകുന്നു ഗീസ്. ഫസ്റ്റ് ഇതൊക്കെ വെട്ടിയെടുക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ടേ സ്ട്രിപ്പ് ചെയ്യണം. സ്ട്രിപ്പ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ട്? അതോ ഇത് നമ്മുടെ ചെറിയ സ്ട്രിപ്പ് ചെയ്തിട്ട് അങ്ങനെ വെച്ചാൽ മതി? നമ്മളത് കളഞ്ഞിരിക്കും. തൽക്കാലത്തൊക്കെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് വെച്ചത് ഇത്രയും കൊണ്ടുവരണ്ടായിരുന്നില്ല, ഇത്രയും താഴ്ച തന്നെ കൊണ്ടുവരണ്ടായിരുന്നു. വുഡ് വെട്ടാൻ പോണ വുഡ് വലിയ വെട്ടിക്കൊണ്ട് വരട്ടെ. അടുത്ത് വുഡ് വല്ലതും ഉണ്ടോ അറിയിച്ചില്ല. കുറച്ച് ഷീപ്പൊക്കെ നിൽക്കുന്നു. ഷീപ്പ് അത്യാവശ്യത്തിന് ഫുഡ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഷീപ്പൊന്നും ആവശ്യമില്ല. തെറ്റയും എത്ര ഷീപ്പ് അല്ലാത്തപ്പോൾ ഇവിടെ നിന്ന് ഷീപ്പ് കാണത്തില്ല. ഇപ്പോൾ കുറേ ഷീപ്പ് ഓക്കെ. 16 വെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് അവിടെ കൊണ്ട് വെക്കണം ഗൈസ്. വില്ലേജിൽ നിന്ന് തന്നെ എടുക്കണോ? വില്ലേജിൽ നിന്ന് വീടെടുക്കാതെ വെച്ചാൽ ഭംഗി പോകുന്ന വെച്ചാൽ വീടെടുക്കാതെ ഇത്ര സെറ്റുള്ള വില്ലേജ് പിന്നെ കിട്ടുകയും വീടെടുക്കുന്നത് നശിപ്പിക്കാനായി തോന്നുന്നില്ല. വില്ലേജ് അമ്മമാരെയൊക്കെ സ്വഭാവം നശിപ്പിക്കുന്നു. അഞ്ചെണ്ണം വെക്കണം, അപ്പോഴേ ശരിയാക്കുന്നു.
റീപ്ലേ മോഡില്ലേ, നീ റീപ്ലേ മോഡെങ്കിലും ഇട്ട് നിങ്ങളെ കാണിക്കായിരുന്നു. ഞാൻ മൊബൈലല്ലേ യൂസ് കളിക്കുന്നത്, റീപ്ലേ മോഡ് എടുക്കാൻ പറ്റത്തില്ല. മൊബൈലിൽ കളിക്കുന്നുണ്ട്, റീപ്ലേ മോഡ് എടുക്കാൻ പറ്റത്തില്ല. പി സിയിലൊക്കെ സ്റ്റുഡിയോ ഫാബ്രിക് യൂസ് കളിക്കുക, അതിനകത്ത് റീപ്ലേ മോഡ് ഉണ്ട്, പക്ഷെ മൈക്കില്ല. ഇല്ലെങ്കിൽ ഞാൻ പി സിയിൽ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചാൽ മതി. മൊബൈലിൽ തന്നെ റെക്കോർഡ് ചെയ്യണ്ടായിരുന്നു, കാരണം മൈക്കില്ലാത്തണ്ട് മൊബൈലിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. ഉമ്മാരൊന്നും ഇല്ലാത്തപ്പോഴേ കിടക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഡിസൈൻ പോലെ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ചെയ്യാം. നമുക്ക് മണ്ടയ്ക്ക് ഡീസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡീസ്ലേറ്റ് വെച്ചിട്ട് സെറ്റാക്കാം. ഡീസ്ലേറ്റ് എൻ്റെ ഉണ്ടോ? ഞാൻ ഡയമണ്ട് മൈൻഡ് ചെയ്യാൻ കുറേ എടുത്തായിരുന്നു, അതിന് നമുക്ക് ആർക്കും ഇത്രേ ഉള്ളൂ. കൊച്ചു മണിമാളി നമ്മുടെ പണികൾ ഒക്കെ തന്നെ വേറെ പൊട്ടിച്ച് പോയാൽ നമുക്ക് ഡൗട്ടുണ്ട്. കണ്ണനെ എല്ലാവരും ട്രോൾ ചെയ്യും, അല്ലാതെ അതിനെ മാത്രമായിട്ട് നമ്മളങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും നമ്മളങ്ങനെ ട്രോൾ ചെയ്യും. ഞാനിപ്പോൾ ആരും ട്രോൾ ചെയ്ത് നിൽക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പണി വരുമില്ല, അപ്പം നമുക്ക് തിരിച്ച് പണി കൊടുക്കും. ഇപ്പോൾ നമ്മൾ ആരും ട്രോൾ ചെയ്ത് കഴിഞ്ഞാലേ ശരിയാകത്തില്ല. സെർവർ തുടങ്ങിയില്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പം നമ്മളാരെയും ട്രോൾ ചെയ്യുന്നില്ല. ഓക്കെ, വിട്ട എന്തോ ഇവിടെ 2 വിൻഡോ. ഇത്രയാണ് നമ്മുടെ വീടിൻ്റെ ഹൈറ്റ്. പിന്നെ നമ്മൾ ഇങ്ങനെ പൊക്കിയിട്ട് അങ്ങനെ നമ്മൾ സെറ്റാക്കി. നമ്മൾ നല്ല കസക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ വിൻഡോ സ്റ്റോൺ കട്ടർ ഉണ്ടാക്കണം. സ്റ്റോൺ കട്ടറിൻ്റെ ഇത് ഉണ്ട്, സ്റ്റോൺ കട്ടറാണ്. അതും കോപ്പി എടുത്തോണ്ട് പോയി, അത് കോപ്പി എടുത്തോണ്ട് പോയി.
ഷോണപ്പോൾ ഞാൻ അവിടെ പോയിട്ടാണ് കൊണ്ട് കാണുന്ന പോയി ഇല്ലെങ്കിൽ ഒറ്റ സാധനമില്ല നമ്മളവിടെ ഇങ്ങനെ എടുക്കാനും നിൽക്കുന്നില്ല ഞാനിപ്പോൾ എന്തെങ്കിലും ലെങ്കി ആക്കുന്നില്ല കേസൊക്കെ. ഞാൻ എന്തെങ്കിലും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ വരാം കേസൊക്കെ. ഏകദേശം നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ ഒരു ഔട്ട്ലെറ്റ് വരച്ച് മനസ്സിൽ കാണും കേസ്. ഇന്നായിരിക്കും നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്ന കേസൊക്കെ. ബാക്കി ചെയ്യുന്നേ ഉള്ളൂ കേസ്. ബാക്കി എന്താ ഞാൻ ചെയ്തിട്ടെ നിങ്ങൾ അറിയിക്കാം കേസ്. ഗെയ്സ് ഞാൻ അങ്ങനെ അതേ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് കേസൊക്കെ. കുറച്ച് ഡീപ് സ്ലൈറ്റ് അതിന് കുറച്ച് ഞാൻ കണ്ടൻറ്റ് ചെയ്യുന്ന എടുത്ത് പിന്നെ കുറേ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു കേസൊക്കെ. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു കേസ്. കുറച്ച് ഡീപ് സ്ലൈറ്റ് കുറച്ചുണ്ടായിരുന്നു കേസൊക്കെ. പിന്നെ അത് വെച്ച് ഞാൻ നമ്മുടെ മേൽക്കൂരൊക്കെ സെറ്റാക്കി കേസ്. ഇത്രയേ ഉള്ളൂ കേസ്. ഇത്ര ഞാൻ പണിഞ്ഞോളൂ കേസൊക്കെ. കുഞ്ഞങ്കാപ്പി വീട് കേസൊക്കെ. ഇമ്മ എനിക്ക് അത്ര വിശ്വാസമായതുകൊണ്ടേ കുറച്ച് വീടെ ഞാൻ പണിഞ്ഞോളൂ കേസൊക്കെ. അപ്പം ഇനി നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം കേസൊക്കെ. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ശരി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ നേരെയല്ല വീഡിയോ കിടക്കാമെന്ന് വല്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അപ്പം അടുത്ത ദിവസം ഒരു കിടിലൻ വീഡിയോ കാണുന്നത് വരെ ഇസ് മീൻ ജസ്റ്റ് ഗെയിമിംഗ്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെർവർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കേസൊക്കെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതെ അപ്പം ബൈ ഗെസ്. ബൈ 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 ബൈ.